അതേ സങ്കലനം പാടില്ലെന്ന് പറയുന്നിടത്ത് സമ്മിശ്രമായി നിൽക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത അരുതായ്മകൾക്ക് ആരെല്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ടോ അവരൊക്കെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും അത് ലഭിക്കൂല. ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ അതിൽ പാത്രങ്ങൾ റെഡിയാണ്. നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ചാണ് അല്ലാഹു പാത്രങ്ങൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. ആർക്കാണ് നക്ഷത്രങ്ങളെ കണക്ക് കറക്റ്റായി അറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞനാരാണ്? ഇത്ര നക്ഷത്രമേ ഇത്ര ആകാശങ്ങളിലൊന്നും ആരെങ്കിലും കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ കറക്റ്റായ കണക്കറിയുന്നവൻ അല്ലാഹുവാണ്. അത്രയും എണ്ണം കണ്ട് പാത്രങ്ങളുണ്ട്. കുടിക്കാൻ ആളുകൾ വരി വരിയായി നിൽക്കുന്നിടത്ത് ഹൗദിൽ നിന്ന് വെള്ളം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അതൊരു മഹാഭാഗ്യമാണ്. അമ്പിയാക്കൾ മുഴുവനും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതേ ഔലിയാക്കൾ മുഴുവനും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ഹൗദിന്റെ പരിസരത്ത് പ്രത്യേക ടെന്റുകളാണ്. ആ ടെന്റ് മുത്തുകൊണ്ടും മാണിക്യം കൊണ്ടും നിർമ്മിതമായതാണ്. ആ ടെന്റിന്റെ ഉള്ളിലേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. കാരണം അവർ ലോകമുഅ്മിനീങ്ങളെ മാതാക്കളാണ്. അവര് വരിയിൽ നിൽക്കേണ്ടവരല്ല, വരി നിന്ന് വാങ്ങേണ്ടവരുമല്ല. ആ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് എത്ര ബഹുമാനമുണ്ട് സഹോദരങ്ങളെ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആദ്യമായി വെള്ളം കുടിക്കുന്നതാരാണ്? ഹൗദിന്റെ അടുക്കൽ ആദ്യം വരുന്നത് ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ സാധുക്കളാണ്. നേർക്ക് നേരെ ഒരു പുതപ്പ് പോലും പൊതച്ച് കഫൻ ചെയ്യാനില്ലാതെ ഷഹീദായി പോയ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനല്ലേ. ഒരു കഫംപുട പോലും പൂർണ്ണാർത്ഥത്തിൽ മുസ്അബ് തങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. തന്റെ യുവത്വ കാലത്ത് മക്കയിൽ താമസിക്കുമ്പോ എത്ര സുഖലോലുപനായിട്ടാണ് ജീവിച്ചത്. മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ പണക്കാരനായ ബാപ്പ ഒരൊറ്റ സ്വത്തും കൊടുത്തില്ല. പണക്കാരനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരു സ്വത്ത് കൊടുത്ത് കൊണ്ടുപോകാൻ വിടൂല, കയ്യും വീശി പോയിക്കോ. ആടിന്റെ തോലണിഞ്ഞിട്ട് വരെ മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് വന്ന സ്വഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ. അവരാണ് ഹൗദിൽ നിന്ന് ആദ്യം വെള്ളം കൊടുക്കുന്നത്. അവർക്ക് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് വെള്ളം കൊടുക്കണം. അവ്വലു വാരിദീൻ ഫുഖറാഉൽ മുഹാജിരീൻ. അവരെ ബർക്കത്തുള്ള നമ്മൾ സ്വീകരിക്കട്ടെ. ആ ഫഖീറന്മാരായ മുഹാജിറുകൾ എത്ര വലിയ സ്ഥാനം അവർക്ക്. സുഹൈബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. ഒരുപാട് മഹാന്മാരുണ്ട് മുഹാജിറുകളിൽ. ആ മുഹാജിറുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആ ഹൗദുൽ കൗസർ ഒക്കെ കൊടുത്തിട്ട് അല്ലാഹു പകരം ചോദിക്കുന്നത് എന്താ? ഈ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തിട്ട് ദുനിയാവിലും ആഖിറത്തിലും എല്ലാ സ്ഥാനവും കൊടുത്തു. ഇനി ഒരു സ്ഥാനം ഇതിന്റെ മേലെ ഒരു നബിക്കും കൊടുക്കാനില്ല. പകരം അല്ലാഹു ചോദിക്കുന്ന ഒന്നാണ്, ഫസല്ലി ലിറബ്ബിക്. നബിയെ കൗസർ തന്നു, അതുകൊണ്ട് തങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഫസല്ലി ലിറബ്ബിക. തങ്ങളെ റബ്ബാകുന്ന എനിക്ക് വേണ്ടി ഇഖ്ലാസോടെ നിസ്കരിച്ചു തരണം നബിയേ. എത്ര വലിയ അനുഗ്രഹം അല്ലാഹു ലോകത്ത് തന്നിട്ടുണ്ടോ? പകരം അല്ലാഹു ചോദിക്കുന്ന ഏറ്റവും വലിയ നന്ദി ഏതാണെന്നറിയോ? മനസ്സിലാക്കാതെ പോകണ്ട, ശങ്കിച്ച് നിൽക്കണ്ട. അറിവാണല്ല തന്നതെങ്കിലും, സൗകര്യമാണല്ല തന്നതെങ്കിലും, സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണല്ല തന്നതെങ്കിലും, ഏത് മഈശത്തിന്റെ അസ്ബാബാണല്ല തന്നതെങ്കിലും, പകരം അല്ലാഹു ചോദിക്കുന്നത് ഏറ്റവും വലിയ കൊടുതി കൊടുത്ത നേതാവിനോടല്ല ചോദിച്ചത്, ഫസല്ലി ലിറബ്ബിക. രണ്ട് കാര്യം മനസ്സിലാക്കാനുണ്ട് അവിടെ. ഒന്ന്, നിസ്കരിക്കണം, നിസ്കാരമാണ് നന്ദിക്ക് ചോദിച്ചത്. നിസ്കാരം പോലെ പകരമാകുന്നൊരു നന്ദി ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. മരിക്കും വരെ ഒരു നിസ്കാരവും ഖളാകാതെ കൊണ്ട് നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കുടുംബക്കാർക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ശിഷ്യഗണങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. സുഹൃത്തുക്കൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു നിസ്കാരം
നിസ്കാരവും ഒഴിവാകാതെയുള്ള സന്ദർഭം, നിസ്കാരം ഒഴിവാകാതെയുള്ള അവസ്ഥ. സഹോദരങ്ങളെ, ആ നിസ്കാരം തന്നെ രണ്ടാമത്തൊരു വിഷയം പഠിക്കാനുണ്ട്. ലിറബ്ബിക, ആർക്ക് വേണ്ടിയുള്ള നിസ്കാരാകണം? റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരാകണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? തികഞ്ഞ ഭക്തിയോടെ, ഇഖ്ലാസോടെ, മനസാന്നിധ്യത്തോടെ, ഖൽബൊക്കെ ശുഗലുകളിൽ നിന്ന് ഒഴിവായിട്ട് നല്ല നശാത്തോടുകൂടെയുള്ള നിസ്കാരം. നിസ്കരിക്കാൻ പോകുന്ന സമയത്താണ് നല്ല ഡ്രസ്സ് ധരിക്കുന്നത്. നല്ല ഡ്രസ്സ് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള, ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല വൃത്തി. ചില ആൾക്കാർ പുരേനൊക്കെ നിസ്കരിക്കുന്ന തുണി കണ്ടാൽ അവർക്ക് സംഭാവന പിരിച്ചിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ. കാരണം ഒരു ഇസ്തിരി പൊട്ടിയോണ്ടോ അതിന്റെ ചുടി നീരൂല. കാരണം അത് താഴ്ന്ന ചുരുന്നത് 5 കൊല്ലം മുമ്പ് ചുരുന്നത്. എങ്ങനെ നീരുന്നത്? അത് വാപ്പ നിസ്കരിച്ചെടുക്കുന്ന തുണിയാണ്. വല്ലാത്ത വാപ്പ അല്ലാത്ത ഔലിനെ നിസ്കരിച്ചാൽ എടുക്കുന്ന തുണി, നിസ്കാരക്കുപ്പായ നല്ല വൃത്തിയുള്ളതാണ്. ചില വീട്ടിൽ ചെന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം അഡ്വാൻസ് പറയണം. നല്ല രൂപത്തിൽ ഞാൻ നിസ്കരിച്ച് ചില വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ആ നിസ്കാരപ്പായം നോക്കിട്ട് അറിയുമ്പോ ഈ മുസല്ല കൊണ്ട് ആ മുസല്ലന്റെ ഉള്ളിലുണ്ടാകും ഒരു പാവപ്പെട്ട വസ്ത്രം. അതാണ് പെണ്ണുങ്ങളെ നിസ്കാരക്കുപ്പായം. അത് ഇനി തുന്നാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. തുന്നിയത് പോലും ഓട്ടായി പോയിട്ടുണ്ട് ചിലത്. നല്ല വൃത്തിയുള്ള കുപ്പായം. അല്ലാഹു അങ്ങനല്ലേ പറഞ്ഞത്? യാ ബനി ആദം ഖുദൂ സീനതകും മിൻ കുല്ലി മസ്ജിദ്. ഓ ആദം സന്തതികളെ, നിസ്കരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണേ, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണേ. നല്ല അത്തർ പൂശിയിട്ട് നിങ്ങളെ മനസ്സിന് നല്ല സന്തോഷം വരണം, മനസ്സാന്നിധ്യം കിട്ടണം, ഖൽബ് ശുഗലുകളിൽ നിന്ന് ഒഴിവാകണം. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് നിസ്കരിക്കാൻ വേണ്ടി തന്നെ വേറെ വസ്ത്രം റെഡിയാക്കി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഗലുകൾ കൊടുക്കുന്ന വസ്ത്രമല്ല. കാരണം നിസ്കാരം ആർക്കാണ്? റബ്ബിന് വേണ്ടിയുള്ളതാണ്. റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്ന നിസ്കാരത്തിൽ മനസ്സിനൊരു ചാഞ്ചല്യവും വരാൻ പാടില്ല. റബ്ബിന് വേണ്ടിയാകുമ്പോ മനസ്സ് എല്ലാറ്റിൽ നിന്നും ഒഴിവാകണം. അങ്ങനെ ശുഗലുകളിൽ നിന്ന് ഒഴിവായ മനസ്സ് കിട്ടാനാണ് പള്ളിയുടെ ഉള്ളിലും നിസ്കരിക്കുന്ന സ്ഥലത്തും ചിലപ്പോ അനൗൺസ്മെന്റിലും പറയും മൊബൈൽ ഓഫാക്കണമെന്ന്. ചിലരോ മൊബൈലിനോടുള്ള അമിതമായ അനുകമ്പ കൊണ്ട് ഓഫാക്കൂല. ആ മൊബൈൽ അങ്ങനെ റിങ് ചെയ്യുന്ന സമയത്ത് അവരെ മനസ്സ് പോകുന്നു. 10 മണിക്ക് വിളിച്ച ആളാ, 11 മണിക്ക് ഒരു കുരാമൻ വിളിച്ചിരുന്നു. 12 മണിക്ക് വേറെ ആവശ്യം. നിസ്കാരം റബ്ബിക്കാവോ? ആകോ? നിങ്ങളൊന്ന് പറഞ്ഞാണേ ആകോ? ഒന്നും കിട്ടൂല. വെറുതെ പണിയെടുത്ത ഒന്നും കിട്ടൂല. കാരണം നിസ്കാരം മുറിക്കണോന്ന് തറദ്ദുദ് വന്നാൽ നിസ്കാരം തറദ്ദുദല്ലേ അപ്പുറത്തെത്തിണ്ട്. തറദ്ദുദ് എന്ന് പറഞ്ഞാൽ ഒരു ഇടയാട്ടം, ഒരു സംശയം, റെക്കാച്ചക്ക് ഒന്ന് എടുത്തു നോക്കണം. ഈശന്റെ ഉള്ളിൽ മൊബൈൽ എടുത്തിട്ട് അള്ള പോലും കാണൂല. എടുത്തിട്ട് പതുക്കെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സുജൂദിൽ ഇങ്ങനെ മറിഞ്ഞെടുക്കണം. ഒന്ന് തിരിച്ചിട്ടാലോ? ഇങ്ങനെ അടിയുന്ന തിരിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ അപ്പൊ ഒരു തർദ്ദുദ്, ഒരു ആശങ്ക വന്ന മുറിക്കണം എന്ന് കരുതിയ നോമ്പ് മുറിയോ? ഞാൻ നോമ്പ് മുറിച്ചു എന്നൊരാൾ പറഞ്ഞു. നോമ്പ് മുറിയോ? നോമ്പയാണ് മുറിക്കാതെ കത്തിയോണ്ടൊരു മുറി. നോമ്പ് മുറിയാണെങ്കിൽ നീയത്തോണ്ടല്ലോ നോമ്പ് മുറിയാ. അതിൽ വേറെ പ്രവർത്തനല്ലേ. അതുകൊണ്ട് നിസ്കാരം അങ്ങനല്ല. നിസ്കാരം നിങ്ങൾ നിസ്കാരം ബാത്തിലാകും മുറിക്കണമെന്ന നീയത്തുണ്ടായ ഒരാളങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കണം. പടച്ചോനെ, ഇന്നലെ പൈസ 30,000 തരാൻ തന്ന ആളായിരിക്കും ചിലപ്പോ ഒന്ന് വന്നിട്ടുണ്ടാകും. എന്താക്കണം? നിസ്കാരത്തിൽ അയാളെങ്ങാനും 3 ബെല്ലടിച്ച് പോയാ പിന്നെ ഒന്ന് കിട്ടിയില്ലെങ്കിലോ? സുഹൃത്തെ, അത് കൈ അയച്ചിട്ട് പോയി വാങ്ങിക്കോ. അല്ലാതെ ഈ പോക്കിനൊരു കാര്യമില്ല. ഇങ്ങനെയുള്ള ഈ പോക്കിന് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ നിന്റെ ചിന്ത എന്താ? ഇതിപ്പോ 4 റക്അത്തിലല്ലേ, ഇതാണ് പൂർത്തിയാക്കും. വേഗം റെഡിയാക്കി. ഞാൻ നിസ്കാരത്തിൽ ബെല്ലടിച്ചൊക്കെ ഞാൻ കേട്ടു. നിസ്കാരത്തിൽ മുറിക്കാൻ പറ്റൂലല്ലോ. എവിടെ മുറിക്കലൊക്കെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞു.
നിസ്കാരം കഴിഞ്ഞ് ആലോചിച്ചു. ഞാൻ വെറുതെ പറയില്ല, ഗൗരവത്തോട് ആലോചിച്ചു. അപ്പൊ ഈ റിംഗ് ഇങ്ങനെ കേൾക്കുന്ന, ഈ വൈബ്രേഷൻ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് തറദ്ദുദ് വരികയാണ്, സംശയം വരികയാണ്. നോക്കിയാലോ അതുകൊണ്ടാണ് നമ്മളോട് ഓഫാക്കാൻ പറഞ്ഞാൽ. നമ്മളെ മൊബൈലിനോടൊക്കെ പള്ളി കമ്മിറ്റിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, നമ്മളെ മൊബൈലിനോടൊക്കെ ഖത്തീബ് ഉസ്താദിന് ദേഷ്യം ഉണ്ടായിട്ട് ഒരു മൊബൈൽ കൊണ്ടേ വെച്ചിരുന്നതൊക്കെയല്ല. അതൊരു ഉപകരണ ആവശ്യത്തിനുള്ളതാ, വലിയ ആവശ്യമില്ല. അതുകൊണ്ട് നടക്കുന്നത് കുടുംബ ബന്ധം പുലർത്താൻ. അതുകൊണ്ട് നടക്കും. കൂട്ടുകാരോടുള്ള സൗഹൃദ ബന്ധം, ദുആ കൊണ്ടുള്ള വസിയത്ത്, എന്തെല്ലാം ഖൈറ് നടക്കൂലേ, ഒരുപാട് ഖൈറ് നടക്കും. പിന്നെ ഇത് കാരണമായിട്ട് നിസ്കാരം ബാത്തിലാകണ്ടെന്ന് കരുതിയിട്ടാണ്. പഴയ കാലത്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ അങ്ങനത്തെ ഫോൺ ഉണ്ടോന്ന് അറിയില്ല. ഇങ്ങനെ കറക്കണ ഒരു ഫോൺ ഉണ്ട്, അല്ലേ? ഒരു വിരൽ വെച്ച് ഒന്ന് പിന്നെ അടുത്ത അക്കത്തിനാണ് ഇങ്ങനെ കറക്കണ ഫോണിലെ. ഈ ഫോണ് പഴയ കാലത്തൊക്കെ ഉപ്പാപ്പമാർ നിസ്കരിക്കാൻ നോക്കുമ്പോ അതിന്റെ ആ റിംഗ് ചെയ്യുന്ന സാധനമല്ലേ, അതൊന്ന് പതുക്കെ എടുത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കാൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിന്? ആ റിംഗ് കേട്ടിട്ട്, ആ റിംഗ് ട്യൂൺ കേട്ടിട്ട് നിസ്കാരത്തിൽ ശ്രദ്ധ പോകരുത്. ഞാൻ എന്തിനാ പറഞ്ഞത്? ആ ഒരൊറ്റ വാക്ക് 2-3 പേജ് വിശദീകരിച്ചിട്ടുണ്ട് ഇമാമിങ്ങൾ. ഒരൊറ്റ വാക്ക് നിസ്കരിച്ചാ പോരാ, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരാകണം, തോന്നിയതുപോലെ ആകരുത്. അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരാകണം, അതിന്റെ ചേരുവകളൊക്കെ ചേരണം. ഇതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി, നോമ്പിനെ പറ്റി പറയാത്തൊരു ശൈലി, ഹജ്ജിനെ പറ്റി പറയാത്തൊരു ശൈലി, സക്കാത്തിനെ പറ്റി പറയാത്തൊരു ശൈലി. അള്ളാഹ് നിസ്കാരത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. وإنها لكبيرة إلا على الخاشعين. നിസ്കാരം കബീറത്തുൻ, വലിയ സംഗതിയാണ്. നിസ്കാരം വലിയ വിഷയമാണ്, വലിയ പ്രശ്നമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തന്മാരുടെ നിസ്കാരത്തിനൊഴികെ അവർക്ക് നിസ്കാരം എളുപ്പമാണ്. നിസ്കാരം ഒരു ഭാരവുമില്ല, നിസ്കരിച്ചാൽ തീരൂല. ഹദീന പൊട്ടിച്ചാൽ പോലും, ബോംബ് പൊട്ടിച്ചാൽ പോലും, തീ കത്തിയാൽ പോലും നിസ്കാരത്തിൽ ബദ്ധശ്രദ്ധരാണെങ്കിൽ പുറം ലോകം അറിയൂല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയെ കേട്ടിട്ടില്ലേ? സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? സൈനുൽ ആബിദീൻ ജനങ്ങൾ വിളിക്കുന്ന പേരാണ്. ഒറിജിനൽ പേര് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇല്ലേ, ആ ഹുസൈൻ തങ്ങളുടെ മോനാണ് അലി. ബാപ്പാന്റെ പേരെന്നെ മോനിട്ടതാണ്. അങ്ങനെ പാരമ്പര്യമില്ലേ? വല്ലിപ്പാനെ ഓർക്കാൻ വേണ്ടി കുട്ടിക്ക് പേരുണ്ട്, ഉണ്ട്. പഴയ കാലത്ത് കുട്ടിക്ക് എന്താ പേരുണ്ട്? കുട്ടിക്ക് മുഹിയുദ്ദീൻ കുട്ടീന്ന് പേര്. എന്താ കുട്ടിയിട്ടത്? ആ വല്ലിപ്പ മുഹിയുദ്ദീനാണ്, അപ്പൊ മുഹിയുദ്ദീൻ കുട്ടിയായതാ. എന്താ മോന് പേരിട്ടത്? മോന് കുഞ്ഞഹമ്മദ് എന്ന് പേര്. എന്റെ കുഞ്ഞഹമ്മദ്, വല്ലിപ്പ അഹമ്മദാണ്, കുഞ്ഞഹമ്മദ്. അങ്ങനെ ആ പേര് അനുസ്മരിക്കാൻ വേണ്ടി പേരിടും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാപ്പാനെ ഓർക്കാൻ വേണ്ടിയിട്ട് മോനും പേരിട്ടു. എന്ത്? അലി, അലി ഇബ്നുൽ ഹുസൈൻ. ഈ കുട്ടിയെയാണ് ചരിത്രം സൈനുൽ ആബിദീൻ എന്ന പേര് കൊണ്ട്, ഓമന പേര് അതാ, ജനങ്ങളൊക്കെ വിളിക്കുന്ന പേര് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു സ്ഥലത്ത് നിസ്കരിക്കാം, ഒരു വീട്ടിന്റെ ഉള്ളിൽ പുറത്ത് തീ കത്തി, തീ ഇങ്ങനെ ആളി കത്തി ഉള്ളോട്ട് പോകാണ്. ജനങ്ങൾ ഭയങ്കര ഒച്ചവെക്കാണ്. ഇന്നത്തെ ഫയർഫോഴ്സ് അന്നില്ലല്ലോ. 4 ഭാഗത്തും ജനങ്ങൾ ഒച്ച കൂടുന്നുണ്ട്. എന്തിനാ ഒച്ച വെക്കുന്നത്? അവരുടെ കണ്ണിലുണ്ണിയായ, അവർക്ക് പ്രിയപ്പെട്ട നേതാവായ, എപ്പോഴും ഒന്ന് നോക്കിയാൽ സന്തോഷം ഏറെ ലഭിക്കുന്ന, ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ലോകത്തിന്റെ നേതാവിന്റെ പൊന്നോമന പൗത്രനായ പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ തങ്ങൾ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ട്. ജനങ്ങളെ പുറത്തു മുഴുവനും തീ കത്തുകയാണ്. ആളുകൾ 4 ഭാഗത്തും കൂടി ബഹളമയമാണ്. നിസ്കരിക്കുന്ന സൈനുൽ ആബിദീൻ തങ്ങളെ പുറത്തുനിന്ന് നോക്കിയിട്ട് ആളുകൾ കാണുന്നുണ്ട്. തീ ഇങ്ങനെ കത്തി പടരുകയാണ്. ഒച്ചയുണ്ടാകുന്നുണ്ട്, ജനങ്ങളെ ഒച്ചയുണ്ട്. യാതൊരു തിരിഞ്ഞു നോട്ടവുമില്ല. നിസ്കാരം തഹിയ്യാത്തൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ ഒരു വൻ ജനാവലി ആ വീടിന്റെ ചുറ്റുഭാഗത്തും തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. മഹാനവറുകൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? ഒന്നുമല്ല, ഇത്രയും ആളുകൾ
ആളിക്കത്തുന്ന തീ നിങ്ങൾ അടുത്തേക്ക് എത്തുമോന്ന് വല്ലാത്തൊരു പേടി എനിക്കും ഞങ്ങൾക്കുണ്ട്. ഒരുപാട് നിങ്ങളെ വിളിച്ചല്ലോ സൈനുൽ ആബിദീൻ, നിങ്ങൾ പറയുന്നത് ഞാനത് കേട്ടിട്ടില്ല, തീ കത്തിയത് അറിഞ്ഞിട്ടില്ല. ഇനി സഹോദരങ്ങളെ, ഈ തീനെ പറ്റിയല്ലേ നിങ്ങളെ ചിന്ത? നിസ്കരിക്കുമ്പോ തഹിയ്യാത്തിൽ ദ്വാരക്കുമ്പോ എന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയോ? ആർക്കും കെടുത്താൻ കഴിയാത്തൊരു തീയില്ലേ, ഒരു ഫയർഫോഴ്സ് ഉപയോഗിച്ചാലും കെടുത്താൻ പറ്റൂല. ലോകെത്ര ജലാശയങ്ങൾ തുറന്നു വിട്ടാലും കെടുത്താൻ പറ്റൂല, ഊതിക്കെടുത്താലും കെടുത്താൻ പറ്റൂല. ഒരിക്കലും ഡിഗ്രി കുറയാതെ എപ്പോഴും ഒരേ ലെവലിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തീയില്ലേ? നിങ്ങൾ ഈ ചെറിയ തീയിനെ പറ്റി വ്യാകുലപ്പെടുമ്പോ ഞാൻ ആ വലിയ തീയിന്റെ വിഷയത്തിൽ പേടിയിലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. ഞാൻ തഹിയ്യാത്തിൽ ആ തീയിനെ കുറിച്ചുള്ള ചിന്തയിലാണ്. ഇത് ചെറിയ തീയല്ലേ, മണ്ണ് വാരിയിട്ടാൽ കെട്ടുപോകൂലേ, തച്ച് കിടത്തിയാൽ കെട്ടുപോകൂലേ, വെള്ളമൊഴിച്ചാൽ കെട്ടുപോകൂലേ, മറ്റു പലതും വെച്ചുടച്ചാൽ കെട്ടുപോകൂലേ? ഒരു ഉപകരണം കൊണ്ടും കെട്ടുപോകാത്തൊരു തീയില്ലേ, ഒരു വെള്ളം കൊണ്ടും മണക്കാൻ കഴിയാത്തൊരു തീയില്ലേ? ആ തീയിന്റെ ചിന്തയിലാണ്. അതുകൊണ്ട് ഈ തീ ഞാൻ അറിഞ്ഞില്ല. അതാണ് ഫസല്ലി റബ്ബിക എന്ന് പറഞ്ഞാൽ റബ്ബിന് വേണ്ടിയുള്ള നമസ്കാരം. നിസ്കാരത്തിൽ അമ്പ് വന്ന് തറച്ചിട്ട് ഇമാം തുർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി പടച്ചോനെ, അവർ നിസ്കാരം കൊണ്ട്, കാരണം കൊണ്ട്, ബഹുമതി കൊണ്ട് ഞങ്ങൾ നിസ്കാരത്തിൽ ഖുശൂഅറ്റി തരണേ അല്ലാഹ്. വെറും പണിയാക്കല്ലേ അല്ലാഹ്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ നിനക്കുള്ള ചെറിയൊരു നന്ദിയായിട്ടെങ്കിലും നീ ഖബൂലാക്കണേ അല്ലാഹ്. നല്ല മനസാന്നിധ്യം, ശുഗലുകളൊക്കെ കൈവിന്റെ പരമാവധി നിർത്തിവെക്കുക. അതായത് ഒരു പോയിന്റിൽ പണിയെടുക്കുന്ന ആള് പണി ഒരു വഖഫിൽ പൂർത്തിയാക്കുക. പഠിക്കുന്ന ഒരു കുട്ടി പഠനം ഒരു വഖഫിലാണ്, ഏതുന്ന ആള് ഏതൊരു വഖഫിലാണ്. അടുക്കളയിൽ ജോലി എടുക്കുന്ന ഉമ്മ മീന് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊരിച്ചത് എടുത്തിട്ട് ചട്ടിയിലാക്കിയിട്ട് നിസ്കരിച്ചാൽ മതി. നേരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ചട്ടി തന്നെ വെച്ചിട്ട് നിസ്കരിക്കാൻ വന്നാലോ? ചട്ടിയിൽ അവിടെ പൊരി, കൽബിൽ വേറെ പൊരി. ചട്ടിയിലത് കരിഞ്ഞോ കരിഞ്ഞാൽ ആ മനുഷ്യൻ വരുമ്പോ കേൾക്കേണ്ട മുഴുവൻ കേൾക്കേണ്ടി വരും. കാരണം കൊണ്ടുവന്ന മീന് 450 റുപ്യ കിലോ. അതങ്ങനെ കരിഞ്ഞ കാര്യം വിഷമം തന്നെയാണ്. അപ്പൊ ആ വിഷമം ഇങ്ങനെ മനസ്സിലൊരു പൊരിയായി വരും. ഇത് പൊരിച്ചിട്ട് അങ്ങോട്ട് പാത്രത്തിൽ കിട്ടിട്ട് നിസ്കരിച്ചാൽ വന്നാൽ മതി, കുഴപ്പമില്ല. അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട്, ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാണ്. തിളച്ചു കുടിച്ചാൽ നല്ലൊരു സുഖം ഉണ്ടാകുമല്ലോ, കാച്ചിയ പാലാകും. അത് കാച്ച് റെഡിയാക്കിയിട്ട് വന്നാൽ മതി. ഒരു വഖഫിലെത്തിക്കുക, അത് ഖുശൂ കിട്ടാൻ വലിയൊരു കാരണമാണ്. ഫറാഗുൽ ഖൽബിനെ ശൂന്യമാക്കുക, ഖൽബിന് ഏകാഗ്രത വരണം. മിന ശവാഗിൽ, ജോലികളിൽ നിന്ന്, തിരക്കിൽ നിന്ന് ഖൽബിനെ ഫ്രീ ആക്കുക. എന്നിട്ട് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോ മനസ്സിന് വിഷമുണ്ടാകുന്ന, ശരീരത്തിന് വിഷമുണ്ടാകുന്ന ഒന്നുമില്ല, നല്ല മനസാന്നിധ്യം. ഉമ്മമാരെ നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല ക്ലീനായ നിസ്കാരക്കുപ്പായം ഹാങ്ങറിൽ തൂക്കിയിടുക. അത് നിസ്കരിക്കുന്ന പായന്റെ ഉള്ളിൽ ചുരുട്ടി ഇടാതിരിക്കുക. നിസ്കരിക്കുന്ന പായന്റെ ഉള്ളിൽ ചുരുട്ടിട്ടാൽ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, വിയർപ്പ് തട്ടിയിട്ട് ഒരു സുഗന്ധം ഉണ്ടാവും. സുഗന്ധം അല്ല ദുർഗന്ധം അല്ല, രണ്ടും കൂടി കൂടിയതാണ് സുഗന്ധം. മറ്റൊന്ന് അതിന്റെ ആ ചുരുള് കാണുമ്പോ ഒരു വിഷമം വരും. അപ്പൊ അത് ഹാങ്ങറിൽ ഇങ്ങനെ കൊളത്തിയിടും. എന്നാ അതിന്റെ ആ വെണ്മയും അതിന്റെ ഭംഗിയുണ്ടാവും. അത് പൗഡർ മുക്കി നല്ലോണം തേച്ച് ഓരോ സഹോദരിക്കും ഏറ്റവും ചുരുങ്ങിയത് 2 നിസ്കാര കുപ്പായങ്ങളുമാണ്. ഇത് പറയുമ്പോ കുറെ ആൾക്കാർ നോക്കട്ടെ, എന്താ ഈ മൊയിലാരുള്ള പണി മുഴുവൻ ഒളിപ്പിച്ചത്, ഒന്നുകൂടി വാങ്ങിക്കൊടുത്ത വലിയ കൂലി അല്ലാഹു തആല തരും. നമുക്കൊക്കെ കൂലി തരട്ടെ. നിസ്കാര കുപ്പായം ഏറെ വാങ്ങിക്കൊടുക്കും. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നിസ്കാര കുപ്പായം നോക്കട്ടെ അറിയുമ്പോ ഉമ്മ പറയും മകളോട്, കൊടുത്തേക്ക് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതല്ലേ, കഴിഞ്ഞ മാസം. അപ്പൊ മകള് പറയും, ഉമ്മ ഞാനത് അലക്കിയിട്ടില്ല. അപ്പൊ എന്നാ മരയോട് പറയാണ്, അത് കൊണ്ടുവന്ന് വെച്ച് അത് അങ്ങനെ തന്നെ പറ്റ ചുളിഞ്ഞിട്ടുണ്ട്. ഇനി ആരുതാ കൊടുക്ക? ഈ നിസ്കാര കുപ്പായം ചോദിക്കുന്ന ഉമ്മാക്ക് ആരുതാ കൊടുക്ക?
ഒരു വിഷയം. അതുകൊണ്ട് അത് ഹാങ്ങറിൽ വൃത്തിയായി തൂക്കിയിടുക. അങ്ങനെ തൂക്കിയിടുമ്പോ പിന്നെ ധരിക്കുമ്പോൾ ഒരു സന്തോഷം. മറ്റേത് തലയിണന്റെ ഒറന്റെ ഉള്ളിൽ നിന്ന് തുണിയില്ലേ അങ്ങനെ ചുഞ്ഞെടുക്കും, അതേ മോഡൽ. അങ്ങനെ ആകരുത്. അത് നല്ല വൃത്തിയിലുണ്ടാകും. നിസ്കരിക്കാൻ ധരിക്കുന്ന വസ്ത്രം അങ്ങനെ നല്ല വൃത്തിയിലുണ്ടാകും. ചളിയൊന്നും കറയൊന്നും പുരളാതെ നല്ല വൃത്തിയുള്ള വസ്ത്രം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനാണ്. ഇതെന്തിനാ? ഇത് ഖൽബിൽ നല്ല ഏകാഗ്രത ലഭിക്കാനാണ്, ഖുശൂ ലഭിക്കാനാണ്. നശാത്തുൽ ഖൽബ് നിസ്കരിക്കുന്ന സുന്നത്താണ്. നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നശാത്തുൽ ഖൽബ്, ഖൽബിന് നല്ല ഉന്മേഷം വേണം, ആവേശം. നല്ല ആവേശമാണ്, നല്ല ഉന്മേഷത്തോടുള്ള നിസ്കാരം. അത് വേറെ നിസ്കാരം. എല്ലാ ഡ്യൂട്ടിയും ഒഴിവായിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനക്ക് കൂടുതൽ ഒരു ഖൽബിന്ന് ഒരു കൂടുതൽ എടുത്തുകാട്ടുണ്ട്. അതെന്താ? ഇപ്പൊ അയാൾ തിരക്കിലും അല്ല, ഒഴിഞ്ഞ ഘട്ടത്തിലാണ്. അതുകൊണ്ട് നല്ല ശുഗലിൽ നിന്നൊക്കെ ഒഴിവായിട്ടുള്ള നല്ല പ്രാർത്ഥനയും നല്ല നിസ്കാരവും. അതിൽ റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരാകും. ചേരുവകളൊക്കെ ഉള്ളതുകൊണ്ട് നിസ്കാരം വലിയ വിഷയമാണ്, വലിയ പ്രശ്നമാണ്. ചേരുവകളൊക്കെ ചേർത്ത് നിസ്കരിക്കുന്ന ഭക്തന്മാർ അവർക്ക് നിസ്കാരം നല്ല ഹരമാണ്. നിസ്കരിച്ചിട്ട് അവർക്ക് പൂതി മാറാറില്ല, നിസ്കരിച്ചിട്ട് അവർക്ക് പൂതി തീരാറില്ല. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാനല്ലേ ഈ നിസ്കാരം, റബ്ബിലേക്ക് വണങ്ങാനല്ലേ നിസ്കാരം. അതുകൊണ്ട് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിക്കാനാണ് വലിയ നന്ദി ബോധത്തോടെ അള്ളാഹു നമ്മളെ കൽപ്പിച്ചത്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി അങ്ങനെ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നന്നായി ശ്രമിക്കണം, പരിശ്രമിക്കണം. അതിന് കറാഹത്തുകൾ ഒഴിവാക്കണം, സുന്നത്തുകളൊക്കെ ചേരണം, റുക്നുകളൊക്കെ ചേരണം, ഷർത്തുകളൊക്കെ ചേരണം. അതിന്റെ പുറമേ ആദാബുകളൊക്കെ ചേരണം. ആദാബും ഷർത്തും ഫർളും സുന്നത്തും പാലിച്ചിട്ടുള്ള നല്ല നിസ്കാരം നിസ്കരിക്കുമ്പോ നിസ്കരിക്കുന്നവനിലേക്ക് റബ്ബിന്റെ ഒരു നോട്ടം വേറെയാണ്. കാരണം നിസ്കരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവവും അള്ളാഹുവിന് വണങ്ങാത്തതില്ലല്ലോ. സുജൂദിലായിട്ടൊരു മനുഷ്യന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. നെറ്റി സുജൂദ് ചെയ്തു പോയി, മൂക്ക് സുജൂദ് ചെയ്തു പോയി, പല്ല് സുജൂദ് ചെയ്തു പോയി, ചുണ്ട് സുജൂദ് ചെയ്തു പോയി, നാവ് സുജൂദ് ചെയ്തു പോയി, കണ്ണും സുജൂദ് ചെയ്തു. ഇതുകൊണ്ടാണ് കിതാബുകളിലൊക്കെ പറഞ്ഞത് സുജൂദിൽ കണ്ണുപൂട്ടരുത്. കണ്ണുപൂട്ടല്ല, സുജൂദിൽ കണ്ണുപൂട്ടിയാൽ കണ്ണിന്റെ സുജൂദ് കിട്ടില്ല. സുജൂദിൽ കണ്ണ് തുറക്കണം, കണ്ണ് സുജൂദ് ചെയ്യണ്ടേ, കണ്ണ് തുറക്കണം. ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഒരു ഭക്തിക്ക് വേണ്ടി കണ്ണുപൂട്ടി നിങ്ങൾ ഇങ്ങനെ കൈകെട്ടിയിട്ട് ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി സുജൂദിലേക്ക് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ കണ്ണിങ്ങനെ പൂട്ടിയിട്ട് ഇങ്ങനെ ദിക്റുന്നൊക്കെ ശരിക്കുള്ള ആയത്തൊന്നൊക്കെ ഓതാണ്. ശരിക്കും മനസ്സിൽ അതിന്റെ അർത്ഥം ചിന്തിച്ചു അതേ സമയത്ത് സുജൂദിൽ കണ്ണുപൂട്ടലോ കണ്ണ് ചിമ്മലോ കറാഹത്താണ്. കാരണം സുജൂദിൽ കണ്ണിന്റെ സുജൂദ് ഇട്ടണ്ടേ, കണ്ണ് തുറക്കണം. എല്ലാ അവയവങ്ങളും, ഏത് അവയവ സുജൂദ് ചെയ്യാത്ത? എല്ലാം സുജൂദ് ചെയ്തു. ഊരക്കെട്ട് സുജൂദ് ചെയ്തില്ലേ? സുജൂദ് ചെയ്തു. മുട്ടങ്കാല് സുജൂദ് ചെയ്തില്ലേ? കാലിന്റെ വല്ല സുജൂദ് ചെയ്തില്ല? പള്ള സുജൂദ് ചെയ്തില്ലേ? കൈമുട്ടും കൈയിന്റെ വല്ല സുജൂദ് ചെയ്തു. നെറ്റി സുജൂദ്, തല സുജൂദ്, സുജൂദ് ചെയ്തു. എല്ലാം സുജൂദിലാണ്. ഇങ്ങനെയുള്ളൊരു ഇബാദത്ത് വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ മനസ്സ് തിരിക്കാനുള്ളതാണ് നിസ്കാരം. ആ നിസ്കാരം കൊണ്ട് വിജയിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിജയത്തിന് പഠിപ്പിച്ചൊരു മാർഗം കൂടിയാണ് നിസ്കാരം. തികഞ്ഞ നിസ്കാരം നിസ്കരിച്ച് അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹു ഒരുപാട് ഉത്തരം നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കയ്യുയർത്തുമ്പോഴേക്ക് മലക്ക് വന്നുപോയി, ജവാബ് കിട്ടിപ്പോയി. ഖന്ദഖിലും ഖൈബറിലും എല്ലാ ഘട്ടങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം മുന്നോട്ട് വെച്ച് അല്ലാഹുവിനോട് ഫത്ഹ് ചോദിച്ചപ്പോ തുല്യതയില്ലാത്ത ഫത്ഹ് അല്ലാഹു നൽകിയില്ലേ. റബ്ബിലേക്ക് മനസ്സ് തിരിച്ചാൽ ഒരു ഘട്ടത്തിലും ഒരാളും പരാജയപ്പെടൂല. നിസ്കാരത്തിന്റെ സുജൂദിലല്ലേ ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും നല്ല അടുക്കുന്ന സന്ദർഭം. ഹജ്ജിൽ പോലും അങ്ങനത്തെ ഒരു സന്ദർഭമില്ലല്ലോ, നോമ്പിൽ പോലും അങ്ങനത്തെ ഒരു സന്ദർഭമില്ലല്ലോ, സക്കാത്തിൽ പോലും അങ്ങനത്തെ ഒരു സന്ദർഭമില്ലല്ലോ. നെറ്റി വെച്ച് കൈവെള്ള വെച്ച് 7 അവയവങ്ങൾ സുജൂദിലായി വെച്ച് അല്ലാഹുവിനോടൊരു ചോദ്യം ചോദിക്കുമ്പോ
ചോദിക്കുമ്പോ ഇത്ര വണക്കത്തോടെ എന്റെ അടിമൊരു ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ സ്വീകരിക്കാൻ അല്ലാഹു തആല ഒരു നിലക്കും അമാന്തം കാണിക്കൂല, പെട്ടെന്നല്ല കബൂലാക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. റബ്ബിലേക്ക് എത്രത്തോളം ഇഖ്ലാസോടെ മനസ്സ് തിരിക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹുവിന്റെ സ്വീകാര്യത ലഭിക്കും. നിങ്ങൾ നോക്ക്, മുൻഗാമികളിൽപ്പെട്ട സ്വാലിഹായ ഒരു മനുഷ്യൻ ഞാൻ ബറക്കത്തിന് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചതുകൊണ്ട് വലിയ മഹത്വം കിട്ടിയൊരു മഹദിയുടെ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിസ്കാരത്തിൽ അല്ലാഹ് നമുക്ക് ഖുശൂ വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹ് സ്വീകരിക്കുന്ന നിസ്കാരം നിസ്കരിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഒരൊറ്റ നിസ്കാരവും ഫർളായത് ഒഴിവാകാതെ കഴിവിന്റെ പരമാവധി സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹ് തൗഫീഖ് തരട്ടെ. ഒരൊറ്റ ഘട്ടത്തിൽ ഒരു കുറവും വരൂല. നിസ്കാരം അതിന്റെ മട്ടത്തിൽ നിർവഹിക്കുന്ന ഒരു കുറവും വരൂല. കച്ചവടം ഉണ്ടായിട്ടും ഏർപ്പാടുണ്ടായിട്ടും അതൊന്നും നിസ്കാരത്തിന് തടസ്സമാകാതെ നിന്ന ലോകത്ത് ആൺകുട്ടികളുണ്ട്. അല്ലാഹു ഖുർആനിൽ അവരെ പറ്റി അങ്ങനെയാ പറഞ്ഞത്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്. റിജാലുൻ മഹത്തായ പൗരുഷത്വം നിറഞ്ഞ ആൺകുട്ടികൾ ലോകത്തുണ്ട്. സ്വഹാബത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉ, അവരിലും കച്ചവടക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, തൊഴിൽക്കാരുണ്ട്. ഒരു തൊഴിലും ഒരു ബിസിനസ്സും അവരെ ശ്രദ്ധ മാറ്റിക്കളയൂല. അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ മാറ്റിക്കളയൂല. നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയൂല. സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും ശ്രദ്ധ മാറ്റിക്കളയൂല. ഏത് ഏർപ്പാടുണ്ടെങ്കിലും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു ഏർപ്പാടില്ല. നിസ്കാരവും സകാത്തും ഒഴിവാക്കുന്ന ഒരു ബിസിനസ് ഇല്ല. എന്തേ സ്വഹാബത്തിന് അങ്ങനെ പ്രേരിപ്പിക്കാൻ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നമുക്ക് പേടി നാളത്തെ ജീവിതത്തെ കുറിച്ച്. ദുനിയാവിലെ നാളത്തെ ജീവിതം ഇന്നത് നഷ്ടമാകുമോ, ഇന്നത് കുറഞ്ഞു പോകുമോ, അടുത്ത കൊല്ലം കുറയുമോ, പിറ്റത്തെ കൊല്ലം കുറയുമോ എന്നല്ലേ. യഖാഫൂന യൗമാ, ഈ ആൺകുട്ടികൾ പേടിക്കുന്നത് ദിനത്തെയാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണും കൽബും മാറി മറിയുന്ന ഒരു ദിവസം വരാറുണ്ട്. കൽബിന് പരിഭ്രമമാണ്, കണ്ണിനോ ബേജാറ് കൊണ്ട് മേലോട്ട് മറിഞ്ഞുപോയി. ഇന്ന് നോക്കുന്നത് ലെവലിലാണ്, തായോട്ടാണ്. അന്ന് നോക്കുന്നത് മേലോട്ടാണ്. തായോട്ട് നോക്കുന്നവർ പരിമിതമാണ്. അങ്ങനെ ഒരു ഭയാനക ദിവസം വരാറുണ്ട്. അന്ന് ഞാനും ഒത്തുകൂടേണ്ടവരാണ്, നിങ്ങളും ഒരുമിച്ച് കൂടേണ്ടവരാണ്. ഒരാളും ഒഴിവില്ലല്ലോ. ഈ പരലോകം പേടിച്ചിട്ടാണ് കച്ചവടത്തിനിടയിൽ ഷട്ടർ താത്തിയിട്ട് അവർ നിസ്കരിക്കാൻ വന്നത്. അതേ മദീനയിലും മക്കയിലും മുത്തവ്വമാരാ സമ്പ്രദായം നിലനിർത്തിയിട്ട് അസ്സലാ 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 ഈ അനൗൺസ്മെന്റ് അന്ന് വന്നതാണ്. ജമാഅത്ത് നടക്കുമ്പോ മദീനത്തെ മാർക്കറ്റ് മുഴുവനും കാലിയായി. ഒക്കെ പള്ളിയിലെത്തിപ്പോയി. ഒരു കച്ചവടക്കാരനെയും കാണാനൊക്കൂല, ഒരു ബിസിനസ്സുകാരനെയും തെരഞ്ഞാ കിട്ടൂല. ആ നിലക്ക് നിസ്കാരത്തിൽ ഭദ്രശ്രദ്ധരാകാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു സഹോദരി കണ്ടില്ലേ? സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പറയുന്നു, ഞാൻ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ പെൺകുട്ടിയുടെ ഊരയിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ പെൺകുട്ടി വിളിച്ചു പറയുന്നത്, യാ കരീമു യാ കരീമു അഹദുകൽ ഖദീം. അല്ലാഹുവേ അല്ലാഹുവേ, കരീമായ റബ്ബേ കരീമായ റബ്ബേ, നിന്റെ ആ കരാർ, നിന്റെ ആ പഴയ വാഗ്ദത്തം നീ എനിക്ക് തരണേ അല്ലാഹ്, നീ എനിക്ക് തരണേ അല്ലാഹ്. നീ ഞാനുമായി നടത്തിയ കരാർ നീ എനിക്ക് തരണേ അല്ലാഹ്. ഈ കരാറിനെ പറ്റി ഞാൻ ചോദിച്ചു, പെണ്ണെ എന്താണ് ഈ കരാറ്? അള്ളാഹും നീയും തമ്മിൽ നടത്തിയ കരാറ്, വാഗ്ദാനം എന്താണ്? ആ പെൺകുട്ടി പറഞ്ഞു, ഞാനൊരു ദിവസം കപ്പൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോ
ഞങ്ങളെ കപ്പലിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. കാറ്റടിച്ച് വീശിയിട്ട് കപ്പൽ തകർന്നുപോയി. കപ്പലിന്റെ ഒരു ഭാഗം തന്നെ മുങ്ങിപ്പോയി. കപ്പലിലുള്ള പലരും മുങ്ങിപ്പോയി. ആ കപ്പലിൽ നിന്ന് ഞാനും ഈ കുട്ടിയുമല്ലാതെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാനും എന്റെ കുട്ടിയും കപ്പലിന്റെ ഒരു പലകയിൽ അങ്ങനെ ഓളം തള്ളി നീങ്ങുകയാണ്. തൊട്ടപ്പുറത്തൊരു കറുത്ത മനുഷ്യനുണ്ട്. അദ്ദേഹവും ഒരു പലകയുടെ മേലെ അങ്ങനെ നീന്തി 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 മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കപ്പൽ മുങ്ങി മരിച്ചുപോയി. ആ മനുഷ്യൻ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ ചെറിയ മുലയിടിക്കുന്ന കുട്ടിയെ എന്റെ മടിയിൽ വെച്ച് പതുക്കെ എങ്ങാനും കരയിൽ പെട്ടെന്ന് എത്തിപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നീങ്ങുമ്പോ ആ മനുഷ്യൻ എന്റെ അടുത്തേക്ക് അങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ആ നടുക്കടലിൽ കപ്പൽ തകർന്നിട്ടും അദ്ദേഹം കാമഭ്രാന്തുമായി എന്നെ സമീപിക്കുകയാണ്. എന്നോട് പറയുന്നു, നിന്റെ ശരീരം നീ ഇവിടെ വെച്ച് എനിക്ക് കീഴ്പ്പെടുത്തി തരണം. ഞാൻ പറഞ്ഞു, യാ അബ്ദുല്ലാഹ് അമാ തഖാഫുല്ലാഹ തആല, ഓ മനുഷ്യ, അല്ലാഹനെ പേടിക്കുന്നില്ലേ? നഹ്നു ഫീ ബലിയ, നമ്മളൊരു പരീക്ഷണത്തിലല്ലേ. രക്ഷപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ലല്ലോ. അല്ലാഹനെ അനുസരിച്ചല്ലാതെ രക്ഷപ്പെടാനൊക്കില്ലല്ലോ. പിന്നെ തെറ്റ് ചെയ്താൽ ഈ കടലിൽ എങ്ങനെ രക്ഷപ്പെടാനാ? ഒരു പലക മാത്രമേ അല്ലേ ഉള്ളൂ. ആ പലക തായോട്ട് വലിച്ചാൽ നീന്തി എത്താൻ കഴിയൂലല്ലോ. ഇത് കടലല്ലേ. അതുകൊണ്ട് തോന്നിവാസം കളിക്കരുത്. മാറിപ്പോകൂ, മാറിപ്പോകൂ എന്ന് പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ കേട്ടിയില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വർത്തമാനക്കങ്ങ് വിട്ടേക്കൂ. അതെ, നിന്നെ സ്വീകരിക്കാതെ എനിക്ക് നിർവാഹമില്ല. എന്റെ മടിയിൽ കിടക്കുന്ന കുട്ടി ഉറങ്ങുകയാണ്. കുട്ടിയെ അദ്ദേഹം ഇങ്ങനെ ഒച്ചപ്പെടുത്തിയിട്ട് കുട്ടിയെ ഉണർത്തി. കുട്ടി കരയാൻ തുടങ്ങി. ഞാൻ സമ്മതിക്കാതെ വന്നപ്പോ എന്റെ മടിയിലുള്ള കുട്ടിയെ വാരി വലിച്ചിട്ട് കടലിലേക്ക് എറിഞ്ഞു. ക്രൂരനായ മനസ്കൻ ആ ചെറിയ ചോരപ്പൈതലിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഞാൻ അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് എന്റെ കണ്ണുയർത്തിയിട്ട് ഞാൻ പറഞ്ഞു, യാ മൻ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി ഫിൽ ബൈനി വബൈന ഹാദൽ അസ്വദി ബിഹൗലിക വഖുവതിക ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. മനുഷ്യനും അവന്റെ ഖൽബിനും ഇടയിൽ മറയിടുന്ന അല്ലാഹുവേ, മനുഷ്യന്റെയും അവന്റെ ഖൽബിന്റെയും ഇടയിൽ മറയിടാൻ കഴിവുള്ളവനല്ലേ റബ്ബ്. അതുകൊണ്ടല്ലേ ഖൽബിനെ ഉറക്കി കിടത്തിയിട്ട് ശരീരം മൊത്തം അല്ലാഹു ഉറക്കം തരുന്നില്ലേ? ഖൽബിന് ഉറക്കം ബാധിച്ചത് കൊണ്ടല്ലേ ശരീരം ഉറങ്ങുന്നത്. ഖൽബുറങ്ങാത്തവരെ ശരീരം ഉറങ്ങുന്നില്ലല്ലോ. ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണേ ഉറങ്ങൂ, എന്റെ ഖൽബുറങ്ങൂല. സദഖ റസൂലുള്ളാഹി. ശരീരം ഉറങ്ങൂല, കണ്ണ് മാത്രം ഉദു മുറിയൂല. ബുദ്ധിയുടെ വകതിരിവ് പോയിട്ട് ഉദു മുറിയുന്നൊരു സന്ദർഭമല്ല. നമ്മൾ കട്ടിൽ കണ്ടാൽ തന്നെ ഉദു മുറിഞ്ഞു കിടക്കണമെന്നില്ല. നമ്മളെ ഹാലങ്ങൾ മനുഷ്യനും അവന്റെ ഖൽബിനിടയിൽ അല്ലാഹു മറയിടുകയാണ്. ഈ മറയിടാൻ കഴിയുന്ന റബ്ബേ, എനിക്കും ഈ മനുഷ്യനും ഇടയിൽ നീ മറയിട്ടേക്കണം. അയാൾ എന്റെ അടുത്തേക്ക് നീ വരുത്തരുത്. ഞാൻ ആ പ്രാർത്ഥന തീരുമ്പോഴേക്ക് എന്റെ കലിമത്തുകൾ തീർന്നിട്ടില്ല. അപ്പോഴേക്ക് കടലിന്റെ ഉള്ളിൽ നിന്നൊരു ജന്തു പുറത്തേക്ക് വന്നു. അതിന്റെ വാപ്പിളർത്തിയിട്ട് ഈ മനുഷ്യനെ മുടുങ്ങി. ആ മനുഷ്യനെ വിഴുങ്ങിയിട്ട് കടലിന്റെ അടിയിലേക്ക് പോയി. ഞാൻ ആ പലകയിൽ തന്നെ അക്കരെ എത്തി. പതുക്കെ പതുക്കെ നീങ്ങിയിട്ട് കരയിൽ ഞാൻ എത്തിച്ചേർന്നു. തിരമാലകൾ എന്നെ തള്ളി തള്ളിക്കൊണ്ടുപോയി. ഞാൻ അവിടെ എത്തും എനിക്ക് വലിയ വിഷമുണ്ട്. കാരണം ചെറിയ മുല കുടിക്കുന്ന ഒരു കുട്ടി എന്റെ മടിയിലുണ്ടായിരുന്നല്ലോ. ഈ മനുഷ്യനല്ലേ, ഈ ക്രുദ്ധനായ മനുഷ്യനല്ലേ തന്റെ കാമകേളിക്ക് വേണ്ടി, ഭ്രാന്തിന് വേണ്ടി ആ കുട്ടിയോടൊരു വാത്സല്യം പോലും തോന്നാതെ അതിനെ വിട്ടിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ആ മനുഷ്യൻ.
ആ മനുഷ്യനെ കടലിന്റെ അടിയിൽ നിന്നൊരു മൃഗം കൊണ്ടുപോയല്ലോ. ഞാൻ അങ്ങനെ കരയിലെത്തിയിട്ട് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കാം. കുറച്ച് പച്ചക്കറികൾ ഉള്ളത് ഞാൻ തിന്നുന്നു, വെള്ളം കടലിൽ നിന്നെടുക്കുന്നു, ഞാൻ കുടിക്കുന്നു, ഞാൻ അങ്ങനെ നീങ്ങുന്നു. എപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ടാൽ ഇവിടെ നിന്ന് പോകാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. കപ്പലുകാരെങ്കിലും വരും, വേറെ ഏതെങ്കിലും തൊഴിലാളികൾ വരും, തോണിക്കാരോ ബോട്ടുകാരോ വരുമ്പോ കയറി പോകാമെന്ന് കരുതുന്നു. 4 ദിവസം ഞാൻ അവിടെ താമസിച്ചപ്പോ അതാ ഒരു കപ്പൽ 5ാമത്തെ ദിവസം അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ആ കപ്പൽ പോകുന്ന ഭാഗത്തേക്ക് എന്റെ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുത്തു. എന്നെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു മുണ്ടങ്ങനെ കാണിച്ചു കൊടുത്തു. ആ കപ്പൽ എന്നോട് അടുത്തേക്ക് വന്നു. ആ കപ്പലിലേക്ക് എന്നെ കയറ്റാൻ വേണ്ടി ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. 3 ആളുകൾ അതിൽ നിന്ന് ഇറങ്ങി വന്നു. അവരെന്നെയും കൊണ്ട് നീന്തിപ്പോയി. ആ കപ്പലിന്റെ അടുത്തെത്തി എന്നെ കപ്പലിന്റെ ഉള്ളിൽ കയറ്റി. മനസ്സറിഞ്ഞിട്ട് അള്ളാഹുവോട് നടത്തിയൊരു പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ല? മനുഷ്യനും കൽബിനും ഇടയിൽ മറയിടുന്ന അള്ളാഹുവേ, ഒരു വിളി അങ്ങ് വിളിച്ചു. ഈ കറുത്ത മനുഷ്യന്റെയും എനിക്കും ഇടയിൽ നീ മറയിട്ട് തരണം. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ള ആളല്ലേ അല്ലാഹ്, ഞാനത് വിശ്വസിക്കുന്ന ആളല്ലേ, നീ എനിക്ക് തരണം. കപ്പലിന്റെ ഉള്ളിൽ ഞാൻ എത്തി നോക്കുമ്പോ ആ പെണ്ണ് പറയാണ്, അത്ഭുതം, ആ മനുഷ്യൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞ എന്റെ കുട്ടി കപ്പലിൽ ഒരാളെ മടിയിലിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. ഞാൻ ആ കുട്ടിയുടെ ഒരു കണ്ണിന്റെ ഭാഗത്ത് ചുംബനം നടത്തി. ഞാൻ ആ കുട്ടിയുടെ നെറ്റിയിൽ ചുംബനം നടത്തി. ആ കുട്ടിയുടെ ശരീരത്തിൽ ഞാൻ അങ്ങനെ തൊട്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം വന്നിട്ട് ഞാൻ പറഞ്ഞു, വല്ലാഹി വലദി വഖിതഅതും മിൻ കബിദി. ഇതെന്റെ കുട്ടിയാണല്ലോ, എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണല്ലോ. കപ്പലുകാർ മുഴുവനും എന്നോട് ചോദിച്ചു, മജ്നൂനത്തുൻ അൻതി, നീ പൊട്ടത്തിയാണോ, നീ ഭ്രാന്തത്തിയാണോ, ബുദ്ധിക്ക് വല്ല തകരാറുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഭ്രാന്തത്തിയോ അല്ല, ഞാൻ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ച ആളും അല്ല. എന്റെ വിഷയത്തിൽ നിന്ന് നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ, നേരത്തെ ഒരു കപ്പൽ മുങ്ങിയതും ആ കപ്പലിൽ നിന്നൊരു പലകയിൽ ഞാനും എന്റെ കുട്ടിയും രക്ഷപ്പെട്ടതും, മറ്റൊരു മനുഷ്യൻ അവിടെ വന്ന് എന്നെ പ്രണയിക്കാനും എന്നെ വശീകരിക്കാനും നോക്കിയതും സംഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു കൊടുത്തപ്പോ അവരെല്ലാവരും തലതാഴ്ത്തി എന്റെ താഴെ ഇരുന്നു പോയി. അവരെന്നോട് പറഞ്ഞു, പെണ്ണേ, നീ പറഞ്ഞത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ. ഞങ്ങൾ കണ്ടൊരു അത്ഭുതം ഞങ്ങളും നിനക്ക് പറഞ്ഞു തരട്ടെ. ഞങ്ങൾ ഈ കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ല സുഗന്ധമുള്ളൊരു കാറ്റ് ഞങ്ങളെ കപ്പലിലേക്ക് അടിച്ച് വീശി. അപ്പൊ ഞങ്ങൾ പുറത്ത് നോക്കുമ്പോ വലിയൊരു മൃഗമുണ്ട് പുറത്ത്. ആ മൃഗം ഞങ്ങളെ കപ്പലിനതാ വലങ്ങിട്ടിരിക്കുന്നു. ആ മൃഗത്തെ ഭേദിക്കാതെ കപ്പൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. മൃഗം കപ്പലിന് വലങ്ങിട്ടിരിക്കും. ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഞങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ മൃഗത്തിന്റെ പുറം ഭാഗത്തിരിക്കുന്നുണ്ട് ഈ കുട്ടി. മൃഗം അങ്ങനെ പൊന്തി നിൽക്കാണ് കടലിൽ. ആ മൃഗത്തിന്റെ പുറം ഭാഗത്ത് ഈ കുട്ടിയിരിക്കുന്നുണ്ട്. ഒരാൾ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഇല്ലം തഖുദൂ ഹാദാ ത്വിഫ്ല മിൻ ളഹരിഹാ. വിളിച്ചു പറയുന്ന ആളെന്നും ഞങ്ങൾ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന കുട്ടിയെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ, നിങ്ങൾ മൊത്തം നശിച്ചു പോകും. ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോയി, എന്നിട്ട് നീന്തിപ്പോയിട്ട് ആ കുട്ടിയെ സ്വീകരിച്ചു. പുറത്തിരുത്തിയിട്ട് വെള്ളത്തിലൊന്നും തൊടാതെ ആ കുട്ടി ഇങ്ങോട്ട് കപ്പലിലേക്ക് കൊണ്ടുവന്നു. കപ്പലിൽ അദ്ദേഹം കുട്ടിയുമായി എത്തിയപ്പോൾ പൊന്തി വന്നിരുന്ന മൃഗം തായോട്ട് പോയി. ഞങ്ങൾക്ക് വല്ലാതെ അതിശയമുണ്ട്. ഈ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ സംഭവം ശരിയാണ്, നിന്റെ കുട്ടിയാണിത്. ആ കുട്ടിയെ അല്ലാഹു ഞങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരൊറ്റ ദുആ കൊണ്ട്, മനസ്സറിഞ്ഞൊരു ദുആ കൊണ്ട് യജമാനനായ റബ്ബ് കൊടുത്തത് നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് ചോദിക്കണം. കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ചോദ്യം പോരാ, മനസ്സ് തുറന്ന് ഇഖ്ലാസോടെ ചോദിക്കണം. തരുന്നവനാണ് യജമാനനായ റബ്ബ്. കൊടുത്ത് 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 ഒരു മടുപ്പുമില്ലാത്ത ഔദാര്യവാനാണ്. 2
സംഭവവും കേട്ടപ്പോ എന്ത് സംഭവിച്ചു? ആ കപ്പലിൽ തെറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ മുഴുവനും ആ പെണ്ണിന്റെ മുൻപാകെ വന്നിട്ട് തൗബ ചെയ്തു. അവര് പറഞ്ഞു, ഈ സംഭവം ഞങ്ങൾക്ക് വലിയ തെളിവാണ്. കാരണം ഞങ്ങൾ ഇത്രയും കാലം മാസിയത്തുമായി അനാവശ്യവുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരാണ്. തെറ്റ് ചെയ്തിട്ട് കടലിന്റെ അടിയിൽ വെച്ചും തെറ്റ് ചെയ്യാൻ ശ്രമിച്ച ആളെ ഈ രൂപത്തിൽ അല്ലാഹു തആല പരീക്ഷിച്ചെങ്കിൽ തെറ്റിൽ നിന്ന് തടഞ്ഞ നിന്നെ ഒരു വിഷമവും ഏൽക്കാതെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കുട്ടിയെ പോലും തിരിച്ചു തന്നിട്ട് അല്ലാഹു നിന്നെ ബഹുമാനിച്ചെങ്കിൽ ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യൂല. ഞങ്ങൾ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചു, ശരീരവും തിരിച്ചു, നന്നാകാൻ തീരുമാനിച്ചു. ഇതാണ് ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. കഅബന്റെ മുറ്റത്ത് വെച്ച് ദ്വാരക്കുമ്പോ, യാ കരീമു യാ കരീമു അഹദുകൽ ഖദീം, കരീമായ റബ്ബേ, മുമ്പ് നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ ചോദിച്ചത് നീ തന്നിട്ടുണ്ട്, അതുപോലെ ഇനിയും തരണേ. നിസ്കാരത്തിലും അല്ലാതെയും റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു വെച്ച് നന്നാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.